എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എന്നെ പരിചയപ്പെടുത്തി എൻ്റെ പേര് സുഭാഷ് എന്നാണ്. കണ്ണൂർ ജില്ലയിൽ പേരാവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ആർസിഎമ്മിൽ കുറച്ച് വളരെ നേരത്തെ വരാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു മഹാഭാഗ്യം. നമുക്ക് ധാരാളം ഉൽപ്പന്നങ്ങൾ ആർസിഎമ്മിൽ ഉണ്ട്, നമുക്കറിയാം. എനിക്ക് തോന്നുന്നു പുതിയ ആളുകൾ ഉണ്ടാവും അല്ലെ. പൊതുവേ നമ്മൾ പ്രൊഡക്റ്റുകളെ കുറിച്ച് പറയുമ്പോൾ വിനോദ് സാർ പറഞ്ഞതുപോലെ കിസോള് അല്ലെങ്കിൽ ന്യൂട്രിചാർജ്, ഹരിസും ജീവി, അങ്ങനെ കുറെ ഉൽപ്പന്നങ്ങളെ കുറിച്ചൊക്കെ സ്പെഷ്യൽ സെഗ്മെന്റിനെ കുറിച്ച് നല്ല ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നമുക്ക് നിരന്തരം കിട്ടാറുണ്ട്. വ്യത്യസ്തമായിട്ട് ചില ഉൽപ്പന്നങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കൈകാര്യം ചെയ്യുന്ന ചില ഉൽപ്പന്നങ്ങൾ, എന്നാൽ പലർക്കും ഒരുപക്ഷെ അറിയാത്തതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഈ കൂട്ടത്തിൽ ഉണ്ടായേക്കാം, അറിയുന്നതുണ്ടായേക്കാം. അപ്പം മുമ്പ് ഇത്തരം പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും എന്നെ കേൾക്കുകയൊക്കെ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പരിചയം ഉണ്ടാവാം. അല്ലാത്ത ആളുകൾക്ക് ഒരു പുതുമയുള്ള കാര്യമായിരിക്കാം. അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് പറയാന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഈ ഒരു ബിസിനസ് പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത്, ആർസിഎം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ആരോഗ്യം തന്നെയാണ്. രണ്ടാമത്തേത് സ്വയം പര്യാപ്തത, അതേപോലെ തന്നെ സ്ത്രീ ശാക്തീകരണം, ഇവയിലൂടെയുള്ള നവഭാരത നിർമ്മാണമാണ് കമ്പനി ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ പറയുമ്പോൾ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത് ആരോഗ്യത്തിന് തന്നെയാണ്. അപ്പൊ ആരോഗ്യത്തിന് ഉതകുന്നതല്ലാത്ത യാതൊരു തരത്തിലുള്ള ഉൽപ്പന്നങ്ങളും ഇതിലുണ്ടാവില്ല. അത് ഏത് കാറ്റഗറി എടുത്താലും അത്. ഇപ്പോൾ നമുക്കറിയാം പെയിന്റ് വന്നു, പെയിന്റിലും അത് തന്നെയാണ് അവസ്ഥ. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പെയിന്റ്, മനുഷ്യനോ അല്ലെങ്കിൽ പ്രകൃതിക്കൊന്നും ഹാനികരമല്ലാത്ത യാതൊരു തരത്തിലുള്ള ഉപദ്രവമില്ലാത്ത തരത്തിലുള്ള പെയിന്റുകളാണ്. അധികമായിട്ട് കെമിക്കലുകളുടെ അതിപ്രസരമില്ലാത്ത പെയിന്റുകൾ പോലും ഇറക്കുക എന്ന് പറയുമ്പോൾ ആരോഗ്യത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. ആരോഗ്യമില്ലാതെ നമ്മൾ എന്ത് നേടിയിട്ടും കാര്യമില്ല. കോടീശ്വരന്മാരായിട്ടുള്ള ആളുകളെയൊക്കെ നമുക്ക് ഒരുപാട് അറിയാം, പക്ഷെ അവരൊക്കെ ഈ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള എന്താ പറയുക ആരോഗ്യം ശ്രദ്ധിക്കാത്തത് കൊണ്ട് പലതരത്തിലുള്ള മാരകമായ രോഗങ്ങളിലേക്കൊക്കെ എത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആരോഗ്യത്തിന് തന്നെയാണ്. അപ്പോൾ അതിന് ഒതുങ്ങുന്ന ഉൽപ്പന്നങ്ങളാണ് ആർസിഎം മുമ്പോട്ട് വെക്കുന്നത് മുഴുവനും. അതിൽ കുറച്ച് ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ഇന്നത്തെ ഒരു സമയത്ത് നമുക്ക് എല്ലാ ഉൽപ്പന്നങ്ങളും പരിചയപ്പെടാൻ പറ്റില്ല, നമുക്കറിയാം. നിങ്ങൾക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തതുമായ കുറച്ച് ഉൽപ്പന്നങ്ങൾ, പരിചയമില്ലാത്തതെന്നുള്ളതല്ല പറയുന്നത്, കൂടുതൽ അങ്ങനെ നമ്മളത് കേട്ട് കൈകാര്യം ചെയ്ത് ശീലമില്ലാത്ത ചില ഉൽപ്പന്നങ്ങളൊക്കെ ഒന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ട്രെയിനിങ് ആയിട്ടല്ല ഇത് എന്നെ കാണേണ്ടത്, നേരെ മറിച്ച് ഒരു പരിചയപ്പെടലാണ്. ചില ഉൽപ്പന്നങ്ങൾ നമ്മൾ ശ്രദ്ധപ്പെടാതെ പോയത് അല്ലെങ്കിൽ അതിന്റെ ഗുണങ്ങളെ പറ്റി നമ്മൾ ഇങ്ങനെ അറിയില്ലായിരുന്നു, ആ രീതിയിലേക്ക് വരുന്ന കുറച്ച് ഉൽപ്പന്നങ്ങളെ കുറിച്ചൊക്കെ നമുക്കൊന്ന് പരിചയപ്പെട്ട് മുമ്പോട്ട് പോകാം. ഈ ബിസിനസ്സിൽ നമുക്കറിയാം, നമ്മുടെ ഉൽപ്പന്നങ്ങൾക്കെല്ലാം PV എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലേ, പർച്ചേസ് വോളിയം. എന്താണ് പർച്ചേസ് വോളിയം? പർച്ചേസ് വോളിയത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്തെങ്കിലും വരുമാനമൊക്കെ കിട്ടുക. അപ്പോൾ ആ പർച്ചേസ് വോളിയം നമുക്ക് ശരിയായ രീതിയിൽ വന്ന് നമുക്ക് ഒരു ഗ്രോത്ത് ഒക്കെ ഉണ്ടാവണമെങ്കിൽ, ബിസിനസ് വളർച്ചയൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ ഉൽപ്പന്നങ്ങൾ നമ്മൾ സെൽഫായിട്ട് വാങ്ങി ഉപയോഗിക്കുകയും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള നമുക്ക് ഗുണം കിട്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളെ നമുക്ക് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താനൊക്കെ സാധിക്കണം. അപ്പോൾ അതിന് വലിയൊരു ട്രെയിനിങ്ങിന്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിത്യവ്യ സാധനങ്ങൾ നമ്മൾ വീടുകളിൽ വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളല്ലേ. നമ്മളൊക്കെ ചെറുപ്പം മുതലേ നമ്മൾ ഉപയോഗിച്ച് വരുന്ന പല ഉൽപ്പന്നങ്ങളും അതിന്റെയൊക്കെ ട്രെയിനിങ് കിട്ടിയിട്ടൊന്നും അല്ല നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നത്. ഒരു വീട്ടിലൊരു പേസ്റ്റ് വാങ്ങി ഉപയോഗിക്കുന്ന ട്രെയിനിങ് കിട്ടിയിട്ടാണ്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഉപയോഗിക്കുന്ന ട്രെയിനിങ് കിട്ടിയിട്ടാണ്, ഒന്നുമല്ല. പലതും അത്തരം ഉൽപ്പന്നങ്ങൾക്ക് നമുക്ക് പ്രത്യേകിച്ച് ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല. പക്ഷെ ചില ഉൽപ്പന്നങ്ങൾ നമ്മൾ പരസ്യത്തിന്റെ ആ ഒരു പിൻബലത്തിൽ പരസ്യം കണ്ടിട്ട് വാങ്ങി ഉപയോഗിക്കുന്ന കുറെ ഉൽപ്പന്നങ്ങൾ അങ്ങനെ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ആ ഉൽപ്പന്നത്തിനെ പരിചയപ്പെടുക, പരസ്യത്തിലൂടെ നമ്മൾ പരിചയപ്പെടും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പരസ്യവും ഇല്ല, ഇടനിലക്കാരും ഇല്ല. അങ്ങനെ വരുമ്പോൾ ഉപയോഗിച്ച് അനുഭവം വന്ന ആളുകളാണ് മറ്റുള്ളവർക്ക് ഇത് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഒരുപക്ഷെ അതിന് സെയിലായിട്ട് കാണുന്നവരുണ്ട്. ഇപ്പം ആ ഉൽപ്പന്നങ്ങൾ വിൽക്കുകയാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ അത് സെയിലായിട്ട് വേണമെങ്കിൽ കാണാം. അതിനപ്പുറത്തേക്ക് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, പരിചയപ്പെടുത്താം. ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തണമെങ്കിൽ വേണം നമുക്ക് പരിചയം ഉണ്ടാവണം അല്ലേ, നമുക്ക് പരിചയം ഉണ്ടാവണം. അത് നമുക്ക് എങ്ങനെയാണ് പരിചയം ഉണ്ടാവാം? നമുക്ക് സെൽഫ് യൂസ് ചെയ്തിട്ടുള്ള പരിചയം ഉണ്ടാവണം. നമ്മൾ നമ്മുടെ വീട്ടിൽ നമുക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചുള്ള അനുഭവങ്ങളും പരിചയങ്ങളും ഉണ്ടെങ്കിൽ നമുക്കത് മറ്റൊരാളെ പരിചയപ്പെടുത്താനാണ് സാധിക്കും. അപ്പം PV ജനറേറ്റ് ആകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് വരുമാനം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ബ്രാൻഡിൽ വരുന്ന ഉൽപ്പന്നങ്ങൾ മാക്സിമം നമ്മൾ വാങ്ങി ഉപയോഗിക്കുകയും അതിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് PV ജനറേറ്റ് ആവുന്നത്. അപ്പോൾ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു മേഖല തന്നെയാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പം പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് ഉണ്ടാകും. അങ്ങനെ കീറി മുറിച്ചുള്ള അറിവൊന്നും വേണ്ട, സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആ രീതിയിലേക്ക് ഒന്നും പോകണ്ട, അതിൻ്റെ ഒരു ശാസ്ത്രീയമായിട്ട് വശങ്ങളിലേക്ക് ഒന്നും പോകണ്ട. പക്ഷെ ഒരു വ്യക്തിക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് പറ്റണം. അതായത് അത് പറയുന്ന കേൾക്കുമ്പോൾ ആ വ്യക്തിക്ക് തോന്നണം, യെസ് ഇതെനിക്ക് ആവശ്യമുള്ള ഉൽപ്പന്നമാണല്ലോ, എനിക്കും ഇത് ആവശ്യമുള്ളതാണല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇതിന് പകരം മാർക്കറ്റിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇത്രയേറെ ഗുണമില്ലാത്തതാണല്ലോ എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാകുന്ന തരത്തിൽ നമുക്ക് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റണം. അവിടെയാണ് ഇതിൻ്റെ ആവശ്യം. അപ്പോൾ അങ്ങനെ വരുമ്പം എന്തെല്ലാം ഉൽപ്പന്നങ്ങൾ, ഗുഡ് മോർണിംഗ് ടു ഗുഡ് നൈറ്റ് വരെ നമ്മൾ എന്തെല്ലാം ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ആർസിഎമ്മിൽ വന്നതിന് ശേഷം ആർസിഎമ്മിലായിട്ട് എടുത്തിട്ട് പോലും പല ആളുകളും 100% ആയിട്ട് ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങളിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടില്ല.
എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും ചില പഴയ ശീലങ്ങളിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മാവേലി സ്റ്റോറിൽ നിന്ന് മേടിക്കുന്ന രീതി, സപ്ലൈക്കോ അങ്ങനെയുള്ള റേഷൻ കടയിൽ നമുക്ക് വാങ്ങുന്ന ഒരു രീതി, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നിലവിലെല്ലാം കൂടെ ഒന്നിച്ച് വാങ്ങുന്ന രീതി, അത് ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ആളുണ്ട്. ഇപ്പം വളരെ കുറഞ്ഞ പ്രൊഡക്റ്റുകൾ മാത്രം ആർസിയിൽ നിന്ന് വാങ്ങുക. കാരണം അതിന് പറയുന്ന ഒരു ന്യായമുണ്ട്, നിങ്ങളുടെ ചായപ്പൊടി അടിപൊളിയാണ്, നിങ്ങളുടെ ആട്ട സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിരലിലെണ്ണാവുന്ന ഉൽപ്പന്നങ്ങൾ മാത്രം ആർസിയിൽ നിന്ന് വാങ്ങുകയും ബാക്കി ഉൽപ്പന്നങ്ങൾ കൂടുതലും പുറത്ത് അല്ലെങ്കിൽ പൊതു മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഒരു രീതി, അത് പഴയ ശീലത്തിന്റെ ഭാഗമാണ്. ചില ശീലങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് വിട്ടുപോയി. അപ്പൊ ആളുകൾ ആ രീതിയിൽ വാങ്ങി ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിനെന്ത് വേണം? അപ്പൊ ഈ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾക്ക് പകരം വെറുതെ പകരമായിട്ടൊരു ഉൽപ്പന്നമാണോ ആർസിയിൽ നിന്ന് കിട്ടുന്നത്? അതല്ല, എന്തെങ്കിലും ക്വാളിറ്റിയിൽ വ്യത്യാസങ്ങളുണ്ടോ? വിലയിൽ മാത്രമല്ല ഞാൻ പറയും, വിലയിൽ വലിയ വ്യത്യാസമുണ്ട്, വലിയ വ്യത്യാസമുണ്ട് നമ്മുടെ ഉൽപ്പന്നങ്ങൾക്കൊക്കെ. പക്ഷെ അതിനും ചില ഉൽപ്പന്നങ്ങൾക്ക് വില വ്യത്യാസം കാണാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. ആളുകൾ പറയും മാർക്കറ്റിനേക്കാളും വലിയ വിലയാണല്ലോ നമ്മുടെ പ്രൊഡക്റ്റിന് എന്ന് പറയുന്ന ഒരു അഭിപ്രായങ്ങളും കേൾക്കാറുണ്ട്. അപ്പോൾ വിലയിൽ മാത്രമല്ല, ഗുണമേന്മയിലാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ക്വാളിറ്റി ഇത്ര അധികം കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് മറ്റെവിടെയും ഈ ഒരു വിലയ്ക്ക് കിട്ടാത്ത ഒരവസ്ഥ. അപ്പോൾ ആർസിഎമ്മിൽ മാത്രം ആ ഒരു വിലയ്ക്ക് നമുക്ക് ഇത്രയും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അത് ഏതൊക്കെ രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് ചെറിയൊരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഞാനൊരു ചെറിയൊരു PPT ഒരു പ്രസന്റേഷനിലൂടെ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ആർസിഎം. ആർസിഎമ്മിന്റെ അത്ഭുത ലോകത്തേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാം. നമുക്ക് മെല്ലെ ഓരോരോ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ പരിചയപ്പെട്ടങ്ങ് പോകാം. ഒരു പക്ഷേ നിങ്ങൾ ആദ്യം കാണുന്ന പ്രൊഡക്റ്റ് വളരെയേറെ പരിചയമുള്ളതായിരിക്കാം. ഇനി അതല്ലെങ്കിൽ ആദ്യമായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആർസിഎമ്മിൽ ജോയിൻ ചെയ്തിട്ട് അധികം ആയിട്ടില്ല, അല്ലെങ്കിൽ കൂടുതൽ ഉൽപ്പന്നങ്ങളൊന്നും വാങ്ങി ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആർസിഎമ്മിൽ ജോയിൻ ചെയ്തിട്ടില്ല, പ്രോഗ്രാമെല്ലാം കേട്ട് കണ്ടിട്ടൊക്കെ ജോയിൻ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ പ്രൊഡക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഇത് എല്ലാവർക്കും പരിചയമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അല്ലേ. ഇതിന് തുടങ്ങാതെ എനിക്ക് ഇപ്പൊ ഈ തവിടലിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ധാരാളം ആളുകൾക്ക് പല രീതിയിലുള്ള അനുഭവങ്ങളും ഒക്കെ ഉണ്ട് എല്ലാവർക്കും. പക്ഷെ എന്നാലും എനിക്ക് ഇതിൽ വെച്ചേ തുടങ്ങാൻ പറ്റും. അതാണ് എൻ്റെ ഒരു കുഴപ്പം. കാരണം ഈ ഒരു പ്രൊഡക്റ്റ്, ഈ ഒരു പാചക എണ്ണയായിട്ട് അറിയപ്പെടുന്ന ഈ ഒരു എണ്ണ കുടിച്ചതിലൂടെയാണ് എൻ്റെ ഒരു BP ഒരു വേരിയേഷൻസ് അതെനിക്ക് മാറി കിട്ടിയത്. അത് ഞാൻ പല വേദികളിലും എനിക്ക് പറയാൻ അവസരമുണ്ടായി. അത് കേട്ട് ഉപയോഗിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എനിക്ക് BP പ്രശ്നമായിരുന്നെങ്കിൽ മറ്റു പലർക്കും മാറി കിട്ടിയത് മറ്റു പലതരത്തിലുള്ള രോഗങ്ങളായിരുന്നു. അതങ്ങനെ അങ്ങ് സ്പ്രെഡായി. ഒരു പരിധി വരെ കമ്പനിയിൽ 2 പ്രാവശ്യം ദുരിയിൽ എനിക്ക് പോകാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യം ചെന്ന സമയത്ത് അവിടുന്ന് എന്നെ പരിചയപ്പെടുത്തിയത് ഇങ്ങനെ എണ്ണ കുടിച്ചു തുടങ്ങിയ ഒരാളാണ് ഇദ്ദേഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ശരിയായ രീതിയിലുള്ള സ്റ്റഡിയൊക്കെ നടത്തിയതിന് ശേഷം എണ്ണ ഒരു 23 മില്ലി വരെ വെറും വയറ്റിൽ കഴിക്കുന്നുണ്ട്, യാതൊരു കുഴപ്പമില്ല, ഗുണകരമായ കാര്യം മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് കിട്ടാൻ തുടങ്ങി. പക്ഷെ ഞാൻ അത്രയ്ക്കൊന്നും ഡീപ്പായിട്ട് മനസ്സിലാക്കിയിട്ടൊന്നും ആയിരുന്നില്ല ഞാനിത് കഴിച്ചത്. കാരണം എനിക്ക് കിട്ടിയ ഒരു ചെറിയ ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് ഇത് കഴിച്ചാൽ ഇങ്ങനെ ഷുഗറിനും കൊളസ്ട്രോളിനൊക്കെ നല്ലതാണെന്ന് കേട്ടു. അപ്പൊ എനിക്ക് ഓൾറെഡി BP ഒരു വേരിയേഷൻ ഉണ്ട്, അപ്പൊ എന്നാൽ പിന്നെ ഇത് കഴിച്ചു നോക്കാം എന്നുള്ള രീതിയിൽ കഴിച്ചു നോക്കിയതാണ്. അങ്ങനെ കഴിച്ചപ്പോൾ കിട്ടിയ ഗുണം ആളുകളിലേക്ക് ഞാനത് പങ്കുവെച്ചപ്പോൾ ആളുകൾക്ക് മാറിയത് ഷുഗർ, കൊളസ്ട്രോള്, BP, അൾസർ, പൈൽസ്, ചർമ്മ സംബന്ധമായ പല അസുഖങ്ങളും, ബ്ലോക്ക്, സ്ട്രോക്ക്, ആമവാദം അടക്കമുള്ള നിരവധി രോഗങ്ങളും മാറി കിട്ടി എന്നുള്ളതാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ വേണ്ടത്. അപ്പൊ നമുക്കിപ്പോ ഡോക്ടർ ആൻസാന്റെ ഒക്കെ ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും 33-ലധികം ജീവിതശൈലി രോഗങ്ങൾക്ക് പ്രതിരോധവും മരുന്നുമായിട്ട് ഓൾറെഡി ഈ ഒരു പ്രൊഡക്റ്റ് മാറിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആർസിഎമ്മിലെ അമൃത് ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയേ ഉള്ളൂ, അതിന് ഹെൽത്ത് ഗാർഡ് ഓയിൽ. ആർസിഎമ്മിന്റെ ഹെൽത്ത് ഗാർഡ് ഓയിൽ എന്നുള്ള ഒറ്റ പേര് മാത്രമേ പറയാറുള്ളൂ. ഇതിന് പകരം വെക്കാൻ മറ്റു പ്രൊഡക്റ്റ് ഇല്ല. അപ്പൊ അത്ര മാത്രം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇരിട്ടിയിൽ നമ്മുടെ വിനോദ് സാറിന്റെ ഷോപ്പിന്റെ നവീകരിച്ച ഷോപ്പിലേക്കുള്ള ആ മാറ്റത്തിന്റെ ഉദ്ഘാടനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മൂർത്തി സാറും അതുപോലെ തന്നെ അഖില മേഡവും ഡോക്ടർ ഹരിയും ഒക്കെ വന്ന സമയത്ത് ഹരി പബ്ലിക്കായിട്ട് ഫോണിൽ ഗൂഗിളിൽ ചോദിച്ചു ഈ തവിടെണ്ണ ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല എണ്ണയാണ്. അപ്പൊ അതിന് കൃത്യമായിട്ടൊരു മറുപടി ഗൂഗിളിൽ നിന്ന് കിട്ടി. അപ്പോൾ നോക്കൂ, ഇതൊന്നും കൈകാര്യം ചെയ്യാൻ അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നും ആളുകൾക്ക് സംശയമാണ്, എന്ത് അരിയുടെ തവിട് നിന്നൊക്കെ ഇങ്ങനെ എണ്ണ കിട്ടുമോ, ഇത്രമാത്രം തവിട് എവിടെയാണ്? കാരണം അരിയുടെ ആ പുറത്ത് വരുന്ന ഒരു പാട പോലത്തെ ആ ബ്രൗൺ നിറത്തിലുള്ള സാധനമാണ് ഈ ഒരു റൈസ് ബ്രാൻ അല്ലെങ്കിൽ തവിട് എന്ന് പറയുന്നത്. അതിൽ ഇത്രമാത്രം എണ്ണയൊക്കെ ഉണ്ടോ എന്നുള്ള ചോദ്യം പണ്ടേ ആളുകൾ ചോദിക്കുന്നു, ഇന്നും ചോദിക്കുന്നു. അപ്പോ ആ ചോദ്യം അതിനൊരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഉപയോഗിക്കാത്തത്. കാരണം ഇത്രമാത്രം തവിട് എവിടെയാണ്, തവിടിന് എണ്ണ കിട്ടുമോ എന്നുള്ള സംശയങ്ങൾ ഇനിയും എനിക്ക് മാറാത്തത് കൊണ്ടാണ് ഞാൻ തവിടിനെ ഉപയോഗിക്കാത്തത് എന്ന് പറഞ്ഞു തന്നിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കുള്ള മറുപടി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത് ഇതാ. അതായത് ഇതിന്റെ ഒരു കണക്ക് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാല് നെല്ല് ഇപ്പൊ നമുക്കറിയാം, ഒരു 1000 കിലോ നെല്ല് നമ്മൾ എടുക്കുകയാണെങ്കിൽ
അതിൽ ഉമിയാണ് ആദ്യം വേർതിരിക്കുക. അതിൽ നിന്ന് ഉമി വേർതിരിച്ച് കഴിയുമ്പോൾ നമുക്കൊരു 820 കിലോ ബ്രൗൺ റൈസ് കിട്ടും എന്നാണ് പറയുന്നത്, ഒരു കണക്ക് പറയും. ഇപ്പൊ നമ്മള് ദുരിയിൽ പോയ സമയത്ത് കാണിച്ച ഒരു കണക്കും മാത്രമല്ല, ഇഷ മേഡം ഒരു സമയത്ത് ഒരു പ്രോഗ്രാമിൽ അവതരിപ്പിച്ച സമയത്ത് ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതും കൂടിയാണ്. അപ്പോൾ ആ 820 കിലോ ബ്രൗൺ റൈസ്, അതായത് അവിടെ അടക്കമുള്ള അരിയിൽ നിന്ന് അതിനെ വീണ്ടും എന്ത് ചെയ്യുന്നു, അതിന്റെ ഇതൊക്കെ മാറ്റി കഴിയുന്ന സമയത്ത് നമുക്ക് 720 കിലോ അരിയായിട്ടും കിട്ടുന്നു. ബാക്കി നമുക്ക് അതിന്റെ ബ്രാൻ ആയിട്ടും കിട്ടും, റൈസ് ബ്രാൻ ആയിട്ടും കിട്ടും. അപ്പോൾ ഇതിന്റെ ഒരു ശരാശരി കണക്ക് വെച്ചപ്പോൾ ഒടുവിൽ കൊടുത്തിരിക്കുന്നുണ്ട് 12 മുതൽ 15 കിലോ വരെ റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയിൽ കിട്ടും എന്ന് പറഞ്ഞ ശരാശരി കണക്ക് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എടുക്കാവുന്ന ഒരു കണക്ക് എന്ന് പറയുന്നത് 10 കിലോ തവിടിൽ നിന്ന് എത്ര കിട്ടും, ഒരു ലിറ്റർ മുതൽ 1.5 ലിറ്റർ വരെ എണ്ണ കിട്ടും എന്നുള്ളൊരു കണക്ക് നമ്മൾ മനസ്സിലാക്കി വെക്കാം. ഇപ്പൊ ഇത് കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും ഇപ്പോൾ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. നമ്മൾ ഗാമ റൈസിനോട് 100 എണ്ണം ചെയ്ത ആൾക്ക് കമ്പനി വിസിറ്റ് ചെയ്യാനും ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടാനുള്ള ഒരു അവസരം കിട്ടും. ഒരുപാട് ആളുകൾ അത് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇനി 150 ചെയ്തവർക്ക് ഫാമിലി ആയിട്ട് പോകാം, ഹസ്ബൻഡ് ആൻഡ് വൈഫിന് പോകാം. അതേപോലെ തന്നെ ഒരു 170 ചെയ്താൽ കുട്ടികളെ അടക്കം കൊണ്ടുപോകാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അത് ചെയ്തവർക്ക് ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് അവിടെ ചെന്ന് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാവുന്നതാണ്. ഞങ്ങളൊക്കെ 2 പ്രാവശ്യം പോയതാണ്, ഒരുപാട് ആളുകൾ 2 പ്രാവശ്യം പോയി കണ്ട ആൾക്കാരുണ്ട്. അപ്പോൾ ആളുകൾക്ക് സംശയങ്ങൾ എപ്പോഴും ഉണ്ടാവും, കാരണം സംശയം ഉണ്ടാവണം. അപ്പോൾ എന്നാലും ഇത് പറഞ്ഞു കൊടുത്താൽ, ഇതൊക്കെ കാണിച്ചു കൊടുത്താലും ഒരുപക്ഷെ ആളുകൾക്ക് അതുകൊണ്ട് വിശ്വസിക്കാൻ വേണ്ടി പ്രയാസമുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ളവർ മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും വിഷം ചേർന്ന പലതരത്തിലുള്ള ഓയിലുകൾ 100 പ്രാവശ്യം അല്ലെങ്കിൽ 1000 പ്രാവശ്യം ആവർത്തിച്ച് ചൂടാക്കിയ പല എണ്ണകളും അതിന്റെ കാർബൺ നീക്കം ചെയ്ത് വീണ്ടും പല രൂപത്തിലും ഭാവത്തിലും നമ്മുടെ മാർക്കറ്റിൽ പലതരത്തിലുള്ള പിക്ചറൊക്കെ കൊടുത്തുകൊണ്ട് വരുമ്പോൾ ആ എണ്ണ വാങ്ങി ഉപയോഗിക്കുകയാണ്. അതിൽ അവർക്ക് യാതൊരു സംശയമില്ല. ഇത് നല്ലതാണെന്ന് പറയുമ്പോഴാണ് ആളുകൾക്ക് സംശയം. അപ്പോൾ ഇത് ഒന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതാ, എത്ര അവാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഒരു പ്രൊഡക്റ്റിന് ഒരു അവാർഡൊക്കെ കാശ് കൊടുത്താൽ ചിലപ്പോൾ ഒരു പക്ഷേ സംഘടിപ്പിക്കാൻ പറ്റും. പക്ഷേ ഇത്രയധികം അവാർഡ് കിട്ടുക എന്ന് പറയുന്നത്, നാഷണൽ അവാർഡുകളൊക്കെ കിട്ടുക എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ, അതുകൊണ്ട് തന്നെയാണ് ഇതൊരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് ആണെന്ന് പറയാൻ വേണ്ടി കാരണം. വേൾഡിലെ നമ്പർ 1 ഓയിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഒരു തർക്കമില്ലാതെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും, ആർസിഎമ്മിന്റെ ഹെൽത്ത് ഗാർഡ് ഓയിൽ തന്നെയാണ്. അപ്പോൾ ഇതിലായിരിക്കണം നമ്മൾ ഒരു ദിവസം തുടങ്ങുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറയും, ഞാൻ മീറ്റിംഗെല്ലാം പോകുന്ന സമയത്ത് ഞാൻ ആളോട് പറയും, ഇത് കുടിച്ചു നോക്കുന്നു അല്ലെങ്കിൽ പരീക്ഷിച്ച് നോക്കുന്നൊന്നുമല്ല, നിർബന്ധമായിട്ടും രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഇതാണെന്നാണ് പറയാറ്. എന്ന് പറഞ്ഞാൽ ഒരു 2 സ്പൂണെങ്കിലും മിനിമം രാവിലെ എഴുന്നേറ്റ് വന്ന് പറഞ്ഞ വെറും വയറ്റിൽ ഗോകുമാർ സാറൊക്കെ പറയുന്ന പോലെ വായ വരെ കഴുകണ്ട, നേരെ വായിലേക്ക് ഒഴിക്കുക, ഒന്ന് ഇങ്ങനെയാക്കി ഇറക്കുക, വേറൊന്നും നോക്കാനില്ല. അതിനുശേഷമേ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അപ്പം ഇത്ര മാത്രം ഗുണകരമായിട്ടുള്ള ഒരു എണ്ണ നമുക്ക് കിട്ടുന്നത്, നമുക്കറിയാം ഇപ്പൊ പാചക എണ്ണയായിട്ട് വെളിച്ചെണ്ണ ധാരാളം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയുടെ വില എന്താണ്? കുറെ ആളുകൾ ഇപ്പൊ തവിടെണ്ണ വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടി കാരണം ഒരു പരിധി വരെ തവിടെണ്ണയ്ക്ക് വില കുറവും ആർസിഎമ്മിന്റെ എണ്ണയ്ക്ക് വില കുറവാണ്. വെളിച്ചെണ്ണയ്ക്ക് 450 രൂപയ്ക്ക് മുകളിൽ വിലയാണ്. അപ്പം വില കുറഞ്ഞ് കിട്ടുന്ന ഒരു എണ്ണ എന്നുള്ള നിലയ്ക്ക് എങ്കിലും കുറെ ആളുകൾ ഇപ്പൊ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിപ്പം നല്ല സെയിലാണ് ഷോപ്പുകളിലൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ വിലക്കുറവ് കണ്ടിട്ടെങ്കിലും ആർസിഎമ്മിന്റെ ഈ ഹെൽത്ത് ഗാർഡ് ഓയിൽ വാങ്ങി ഉപയോഗിച്ച ആളുകൾക്ക് ഒരു സംശയം വേണ്ട, എന്തെങ്കിലും തരത്തിലുള്ള റിസൾട്ടുകൾ ഗ്യാരണ്ടി ആയിട്ട് കിട്ടും. അങ്ങനെ കിട്ടിയാൽ പിന്നീട് അവർ വെളിച്ചെണ്ണയ്ക്ക് എത്ര വില കുറഞ്ഞാലും ആ ഒരു എണ്ണയിലേക്ക് പോകില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്ര മാത്രം റിസൾട്ട് തരാൻ പര്യാപ്തമായിട്ട് ഒരു പ്രൊഡക്റ്റാണ് തവിടെണ്ണ. അപ്പോൾ ഇങ്ങനെ ഒരു തവിടെണ്ണയിൽ തുടങ്ങാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ എന്നെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ എന്നെ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും തവിടെണ്ണയെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നവർ ആരുണ്ടെങ്കിൽ നിസ്സംശയം ഞാൻ പറയാം, ഒരു സംശയം കൂടാതെ അവർ ചെയ്യേണ്ട ഒരു കാര്യം, എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് വന്നാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എണ്ണ കുടിച്ച് തുടങ്ങാനുള്ളതാണ്. അപ്പോൾ ഇത്രയധികം രോഗങ്ങൾക്ക് അത് പരിഹാരമാണ്. അപ്പോൾ തലയിൽ തേച്ച് കുളിക്കാൻ നല്ലതാണ്, താരം പോകാൻ നല്ലതാണ്. അങ്ങനെ തേച്ച് കുളിക്കുന്ന സമയത്ത് ദേഹത്ത് തേച്ച് കുളിക്കാം. ചൊറി ചരങ്ങ് പോലെയുള്ള കാര്യങ്ങൾ പോകാൻ നല്ലതാണ്. ചൂട് കാലാവസ്ഥയിൽ നമുക്ക് ചൂടുകുരു വരുന്ന ഒരു അവസ്ഥയുണ്ട്. മറ്റൊരു എണ്ണയും ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ തവിടിന് നമ്മൾ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ ആ ചൂടുകുരു തനിയെ താണു പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ സ്കിന്നിന്റെ പുറത്ത് വരുന്ന ഒരുവിധ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. കാരണം ഇത് വൈറ്റമിൻ ഇ ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഗുണം നമുക്ക് കിട്ടുന്നത്. അകത്ത് കഴിക്കുമ്പോൾ എന്താണ് ഗുണം കിട്ടുന്നത്? 2-3 തരത്തിലുള്ള ആന്റി ഓക്സിഡന്റ്, പ്രധാനപ്പെട്ട ആന്റി ഓക്സിഡന്റ് ഗാമ ഒറൈസിനോൾ എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റ് ആണ്. ആ ഒറൈസിനോൾ ആന്റി ഓക്സിഡന്റ് നമ്മുടെ ബ്ലഡിലേക്ക് കയറി കഴിയുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു, ഓക്സിഡേഷനെ തടയുന്നു, ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിൽ ബ്ലഡിലൊക്കെ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസിനെ തടഞ്ഞുകൊണ്ട് ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ ഇത് തടയുക ചെയ്യുന്നത്. അപ്പോൾ ഇത്രയധികം ക്വാളിറ്റിയുള്ള എണ്ണയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ പറയുന്നത് കൂടുതൽ കാര്യം അനുഭവമുള്ള ധാരാളം ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. അവർ പറയുന്നത് കേൾക്കുക, അനുഭവം ഗുരു നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരൊറ്റ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു ദിവസം നമുക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു എണ്ണ
അതിൽ എണ്ണയിൽ അങ്ങോട്ട് തുടങ്ങുക. ചെറിയ കുട്ടികൾക്ക് ചെറിയ ഒരു അളവിൽ കൊടുക്കുക. മുതിർന്നവരാണെങ്കിലും 23 മില്ലി വരെ ഈ എണ്ണ കഴിക്കുന്നുണ്ട് പറയും, അതൊരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ അധികം കഴിച്ചാൽ എന്താണെന്ന് ചോദിക്കും. അധികം കഴിച്ചാൽ വേറൊന്നുമില്ല, ഒരു പക്ഷേ 1-2 പ്രാവശ്യം ടോയ്ലറ്റിൽ ഒന്ന് പോകേണ്ടി വന്നേക്കാം, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. കാരണം ഇതിന് 2 തരത്തിലുള്ള ഫൈബർ ആണുള്ളത്, സൊല്യൂബിൾ ഫൈബർ ആൻഡ് ഇൻസൊല്യൂബിൾ ഫൈബർ എന്ന് പറയും. ഈ 2 ഫൈബർ വരുന്ന സമയത്ത് ഒന്ന് വെള്ളത്തിൽ ലയിക്കുന്ന, വെള്ളത്തിൽ ലയിക്കാത്തതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ എണ്ണ നമ്മൾ തീർച്ചയായിട്ടും, അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ കഴിക്കുന്ന വെറുമേറ്റ് കഴിക്കുമ്പോൾ നമ്മുടെ ഗട്ടിന്റെ ആരോഗ്യം വർദ്ധിക്കും. അന്നനാളം മുതൽ മലദ്വാരം വരെയുള്ള ഭാഗങ്ങൾ ക്ലീൻ ചെയ്യുന്ന ഒരവസ്ഥ വരും. അതിലൂടെ നമുക്ക് നല്ല ദഹനം ശരിയായ രീതിയിൽ നടക്കും, മോഷൻ ശരിയാവും. പല ആൾക്കും ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കാണുന്നത് മോഷൻ ശരിയായ രീതിയിൽ പോകുന്നില്ല എന്നുള്ളതാണ്. ശോധനയില്ലായ്മ തന്നെയാണ് പല രോഗത്തിനും കാരണം. കുടല് നന്നായാൽ ഉടല് നന്നായ ഒരു ചൊല്ലു പോലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കുടല് നന്നാക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഗട്ടിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ, ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യാൻ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ ആർസിഎമ്മിന്റെ ഹെൽത്ത് ഗാർഡ് ഓയിൽ. ഇതിലാവട്ടെ നമ്മുടെ ഒരു ദിവസം നല്ല സുഖമായിട്ട് നമുക്ക് നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് നമുക്ക് കിടന്നുറങ്ങാം. താങ്ക് യു GRCM. ഇതോടുകൂടി എന്റെ PPT പ്രസന്റേഷൻ ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യാണ്. അപ്പോ ആർസിഎമ്മിൽ 10,000-10,000-ലധികം ഉൽപ്പന്നങ്ങളുണ്ട് നമുക്കറിയാം. പക്ഷെ എന്നാലും കുറച്ചൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കുന്ന കുറച്ച് ഉൽപ്പന്നങ്ങളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടൽ മാത്രമാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സമയം എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി.